second question നോക്കാം. Look at this picture. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons. ഇതിലെ കളേർഡ് സ്ക്വയർസിന്റെ നമ്പേഴ്സ് കളക്ട് ചെയ്ത് ഒരു സീക്വൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എത്ര കളേർഡ് ആയിട്ടുള്ള സ്ക്വയർസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 3, 3, 6, 7, 8 കളേർഡ് സ്ക്വയർസ് ഉണ്ടാകും. ഇവിടെ 4, 4, 8, 2, 10, 12. Here 5, 5, 10, 3, 13, 16. ഇവിടെ 8 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഇവിടെ 12 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഇവിടെ 16 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഇതൊരു സീക്വൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ടേമിനോട് 4 ആഡ് ചെയ്താണ് സെക്കൻഡ് ടേം കിട്ടിയത്, റൈറ്റ്? അല്ലെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അതുപോലെ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാലും 4 ആണ് കിട്ടുന്നത്. അതായത് 4 ആഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ സീക്വൻസ് ഉള്ളത്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും, റൈറ്റ്? തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. See the picture below. First one, 3 sub questions ഉണ്ട്. ഒന്നാമത്തേത്, how many small squares are there in each rectangle? ഓരോ റെക്ടാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയർസ് ഉണ്ട്? How many large squares? എത്ര ലാർജ് സ്ക്വയർസ് ഉണ്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, how many large squares? തേർഡ് വൺ, how many squares in all? അതായത് ലാർജും സ്മോളും കൂടി ആയിട്ട് എത്ര സ്ക്വയർസ് ഉണ്ട്? Continuing this pattern, is each sequence of numbers an arithmetic sequence? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന റെക്ടാങ്കിൾസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്മോൾ സ്ക്വയർസ് കൗണ്ട് ചെയ്ത് എഴുതാം. ആൻഡ് അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ എത്ര സ്മോൾ സ്ക്വയർസ് ഉണ്ടായിരിക്കും? 1, 2, അതുകൊണ്ട് 2. ഹിയർ 4, ഇവിടെ 6, ഇവിടെ 8. ഇങ്ങനെ പോകുന്നതായിരിക്കും സ്മോൾ സ്ക്വയർസിന്റെ എണ്ണം വെച്ച് എഴുതുന്ന സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2. ഇവിടെ 6 - 4 എന്ന് പറയുമ്പോൾ 2. ഇവിടെ 8 - 6 എന്ന് പറയുമ്പോൾ 2. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയർസ് കൗണ്ട് ചെയ്ത് എഴുതുക. ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സീക്വൻസ് 2, 4, 6, 8 എക്സെട്ര എന്ന് പറയുന്നതാണ് സീക്വൻസ്. ഇതിന്റെ എല്ലാം, അതായത് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുൻപുള്ള ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാർജ് സ്ക്വയർസ് കൗണ്ട് ചെയ്ത് എഴുതുക. അതായത് വലിയ സ്ക്വയർസ് കൗണ്ട് ചെയ്ത് എഴുതുക. അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ലാർജ് സ്ക്വയർസ് ഉണ്ടോ? ഇല്ല. ആകെ 2 സ്മോൾ സ്ക്വയർസ്, ലാർജ് സ്ക്വയർസ് ഇല്ല. അതുകൊണ്ട് 0. ഇവിടെ ഒരൊറ്റ ലാർജ് സ്ക്വയർ ഉണ്ടായിരിക്കും ഈ മൊത്തമായിട്ടുള്ള, അതുകൊണ്ട് 1. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങോട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടാവും. 2 സ്ക്വയർസ് ഉണ്ടാവും. ഒന്ന് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഉള്ളതും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും 2 ലാർജ് സ്ക്വയർസ് ഉണ്ടായിരിക്കും. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വരെ ഒരു സ്ക്വയർ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഒന്ന്, പിന്നെ ലാസ്റ്റ് ഇത്, അങ്ങനെ 3 സ്ക്വയർസ് ഉണ്ടായിരിക്കും, ലാർജ് സ്ക്വയർസ്. ഇതാണ് ലാർജ് സ്ക്വയർസിന്റെ എണ്ണം എഴുതി വരുമ്പോൾ കിട്ടുന്ന സീക്വൻസ്. ഇവിടെ അറിയാം 1 ആഡ് ചെയ്ത് വരുന്ന ഒരു സീക്വൻസ് ആണ്. അതുകൊണ്ട് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാർജും സ്മോളുമായിട്ടുള്ള, ചെറുതും വലുതുമായിട്ടുള്ള സ്ക്വയർസിന്റെ എണ്ണം വെക്കുകയാണെങ്കിൽ, അതൊരു സീക്വൻസ് ആയി എഴുതുകയാണെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2 സ്മോൾ സ്ക്വയർസ് ആണുള്ളത്, ഒറ്റ ലാർജ് സ്ക്വയർസും ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ തന്നെ ആകെയുള്ള സ്ക്വയർസിന്റെ എണ്ണം കിട്ടും. ഇവിടെ 2 + 0 2, 4 + 1 5, 6 + 2 8, 8 + 3 11. ഇതാണ് സീക്വൻസ്. മൂന്നാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ആകെ സ്ക്വയർസിന്റെ എണ്ണം, അല്ലെങ്കിൽ സ്മോൾ സ്ക്വയർസും ലാർജ് സ്ക്വയർസും കൂടി ആകെ എത്ര ഉണ്ട്, അതൊരു സീക്വൻസ് ആയി എഴുതുകയാണെങ്കിൽ ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ
ലാർജ് സ്ക്വയർസ് ഒട്ടും തന്നെ ഇല്ല, ഒറ്റൊന്നുമില്ല. അതുകൊണ്ട് 2 സ്മോൾ സ്ക്വയർസ് മാത്രം. 2 + 0 2. 4 സ്മോൾ സ്ക്വയർസ് ഉണ്ട്, 1 ലാർജ് സ്ക്വയർസ് ഉണ്ട്. അതുകൊണ്ട് 4 + 1 5. 6 + 2 8. 8 + 3 11. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ ഡിഫറൻസ് വരുന്നത് 3. ഇവിടെയും ഡിഫറൻസ് 8 - 5 3. ഇവിടെ ഡിഫറൻസ് 11 - 8 3. ഇവിടെയും ഒരേ നമ്പർ അല്ലെങ്കിൽ ഒരേ കോൺസ്റ്റന്റ് ആണ് എന്ത് ആഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. റൈറ്റ്. 4th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്റ്റെയർകേസ് ഷോൺ ഹിയർ ദ ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് 10 centimeters and the height of each step after it is 17.5 centimeter. തന്നിരിക്കുന്ന സ്റ്റെയർകേസിൽ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഉയരം എന്ന് പറയുന്നത് 10 centimeter ആണ്. പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം 17.5 centimeter ആണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ 17.5 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഹൈ ഫ്രം ദി ഗ്രൗണ്ട് വുഡ് ബി സംവൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും എത്ര ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദിസ് സ്ക്വയർസ് ആസ് എ സീക്വൻസ്. അതൊരു സീക്വൻസ് ആയി എഴുതുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എത്ര ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക? ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് 10 ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ 10 സെന്റിമീറ്റർ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 10. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ 10 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. ഇവിടെ നിങ്ങോട്ടുള്ള 17.5 ഉണ്ടാവും. അതായത് 10 + 17.5. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ ഈ 10ഉം 17.5ഉം പിന്നെ ഒരു 17.5 ഉണ്ടാവും ഇവിടെ എത്തുമ്പോൾ. അതായത് 10 + 17.5 + 17.5. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോവുക. അതായത് 10 + 17.5 എന്ന് പറയുമ്പോൾ 27.5. 10 + 17.5 + 17.5 എന്നാണ് 17.5 17.5 ആഡ് ചെയ്താൽ 35 കിട്ടും. 35 + 10 45. ഓക്കെ, ഇതായിരിക്കും ആ സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്തായിരിക്കും ഇത്? അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ? ഇവിടെ ഡിഫറൻസ് 17.5, ഇവിടെയും ഡിഫറൻസ് 17.5. ഓരോ സ്റ്റെപ്പും 17.5 കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്തായിരിക്കും? സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. 5th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദിസ് പിക്ചർ the perpendiculars to the bottom line are equally spaced. Perpendiculars എന്ന് പറഞ്ഞാൽ ഈ ലംബങ്ങൾ, താഴത്തേക്കുള്ള ഈ ലംബങ്ങളെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. എങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് continuing like this the lengths of perpendiculars form an arithmetic sequence. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം രണ്ട് പെർപെൻഡിക്കുലർസ് തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ ഈക്വലി ഡിസ്റ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത് എല്ലാം എഴുതി ഒരു സീക്വൻസ് എഴുതുകയാണെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഇവിടെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ഇത് അങ്ങനെ ഓരോന്നിന്റെയും ഇതൊരു സീക്വൻസ് ആയി എഴുതുകയാണെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിന് പേര് കൊടുക്കാം. O A B C P Q R. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ഡിസ്റ്റൻസുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് AB = BC ആണ്. ഇനി അങ്ങോട്ട് പോവാണെങ്കിലൊക്കെ അത് ഈക്വൽ ആയിട്ടാണ് പോവുക. റൈറ്റ്? എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത് എല്ലാം ഒരു സീക്വൻസ് ആയി എഴുതുകയാണെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ലെങ്ത് ആണല്ലോ ഈ AP എന്ന് പറയുന്ന ലെങ്തിനേക്കാൾ കൂടുതൽ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലെങ്ത് ആഡ് ചെയ്യുമ്പോഴാണ് BQ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കിട്ടുന്നത് അല്ലെങ്കിൽ ലംബം കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇവിടെയാണെങ്കിലോ ഈ ഒരു BQ എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിനോട് ഈ ഒരു ലെങ്ത് ആഡ് ചെയ്യുമ്പോഴാണ് അടുത്തൊരു പെർപെൻഡിക്കുലർ കിട്ടുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസും സെയിം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത് എല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടുമല്ലോ. ഒന്നുകൂടി പറയാം. ഇവിടെ ഫസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് AP ആണ്, രണ്ടാമത്തെ ലെങ്ത് BQ ആണ്. AP-നേക്കാൾ ഇത്രയും ലെങ്ത് കൂട്ടുമ്പോഴാണ് നമുക്ക് BQ കിട്ടുന്നത്.
അതുപോലെ ഈ ബി ക്യു എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിനേക്കാളും ഇത്ര ലെങ്ത് കൂട്ടുമ്പോഴാണ് നമുക്ക് സി ആർ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കിട്ടുന്നത്. അതായത് ഇതെല്ലാം ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയാൽ, ഈക്വലി കൂട്ടി വരുമ്പോഴാണല്ലോ അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇവിടെയും കൂടി ഒരു പേര് കൊടുക്കാം, ഡി ഇ. ഓക്കെ, അപ്പോ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? പി ക്യു ഡിയും അതുപോലെ ട്രയാങ്കിൾ ക്യു ആർ ഇയും. ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡി ക്യു ആർ ഇയും ഈക്വൽ ആണെന്ന് മാത്രം തെളിയിച്ചാൽ മതി, എന്നാൽ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടും. അപ്പോൾ we have to prove dq equal to re. അതായത് ഈ ഒരു ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാൽ ഇതിലെ കോണുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന് എന്താണ്? 90 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ്? അതുപോലെ എ ബി എന്ന് പറയുന്ന ലെങ്ത് തന്നെയല്ലേ ഇവിടെയും വരിക. അതുപോലെ ബി സി എന്ന് പറയുന്ന ലെങ്ത് ആണ് ഇവിടെയും വരിക. അതായത് ഇത് രണ്ടും, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, റൈറ്റ്? അതുപോലെ ഈ ഒരു ആംഗിളിനെ കുറിച്ച് എന്താ? ഈ രണ്ട് ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കുമോ? ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ ഇവിടെ രണ്ട് പാരലൽസ് എടുക്കുകയാണെങ്കിൽ, അതിലൂടെ പോകുന്ന ഒരു ലൈനാണ് ഈ ഒ ആർ എന്ന് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇങ്ങനെ രണ്ട് പാരലൽസ് എടുക്കുകയാണെങ്കിൽ അതിലൂടെ പോകുന്ന ഒരു ലൈനാണ് ഈ ആർഒ അല്ലെങ്കിൽ ഒ ആർ എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസും അതിന്റെ ഇടയിലുള്ള സൈഡും ഇവിടെയുള്ള രണ്ട് ആംഗിൾസും അതിനിടയിലുള്ള സൈഡും, അല്ലെങ്കിൽ രണ്ട് ആംഗിൾസ്, ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും ഈ ട്രയാങ്കിളിന്റെ ഇതിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഒബ്വിയസ്ലി മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഈക്വൽ ട്രയാങ്കിൾസ് ആയാൽ എന്തായിരിക്കും? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ആംഗിളുമാണ് ഈക്വൽ. അപ്പൊ ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ക്യൂഡിയും ആറിയും ഈക്വൽ ആയിരിക്കും, റൈറ്റ്? ഒന്നുകൂടി പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി ക്യു ഈക്വൽ ടു ആർ ഇ ആണ്. കാരണം അത്രയും ലെങ്ത് ആണ് ഓരോ പ്രാവശ്യം കൂടി വരുന്നത്. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ രണ്ടെണ്ണത്തിനും 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കും. കാരണം ഇതിലൂടെ ഒരു പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ലൈനിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അതുകൊണ്ട് എന്തായിരിക്കും? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളും മറ്റേ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഇത്. അതേപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അപ്പൊ ഇത് ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡി ക്യു ഈക്വൽ ടു ആർ എ ആയിരിക്കും, റൈറ്റ്? ഡി ക്യും ആർ എയും ഈക്വൽ ആണെങ്കിൽ ഓരോ പ്രാവശ്യം പെർപെൻഡിക്കുലറിനോട് ഇതേ അളവിലുള്ളതാണ് എന്ത്? ഇത്രയും ലെങ്ത് ആണ് കൂട്ടി പോകുന്നത്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഓക്കെ.